മൗല കോഗ്നിഷൻ്റെ അടുത്ത പ്രമേയത്തിലേക്ക് സ്വാഗതം. ഈ വിഷയം നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധരോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മധ്യസ്ഥ പ്രാർത്ഥന, അതായത് വിശുദ്ധരുടെ മധ്യസ്ഥതയിൽ ദൈവത്തോടും മിശിഹായോടും ദൈവത്തോടുമൊക്കെ സഹായം തേടുന്ന സംവിധാനം. അതിന് ഇസ്ലാമിൽ തവസ്സുൽ, ഇസ്തിഗാസ, അതേപോലെ ഷഫാ ചെയ്യുക എന്നൊക്കെ പറയും, ഇസ്തിസ്ഫാ ചെയ്യുക. അപ്പം ഈ ഇസ്തിഖാറ, തവസ്സുൽ, ഇസ്തിഗാസ, ഷഫാത്ത് ചെയ്യുക, ഷിഫ ചെയ്യുക എന്നൊക്കെ പറയും മുസ്ലിങ്ങൾ. അപ്പം മുഹമ്മദ് നബിയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നവർ തവസ്സുൽ ചെയ്യുക. ബദർ യുദ്ധത്തിൽ ശുഹദാക്കളായവരുടെ, അതായത് കൊല്ലപ്പെട്ടവരുടെ, രക്തസാക്ഷികളായവരുടെ, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട്, അതായത് നന്മ കൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുക. അതേപോലെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി സന്യാസിവര്യന്മാർ, അവരുടെ മധ്യസ്ഥതയിൽ ദൈവത്തോട് ആവശ്യപ്പെടുക. അതേപോലെ തന്നെ ഈ ആത്മീയ ഗുരുക്കന്മാരോടും ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് പ്രത്യേക അനുഗ്രഹങ്ങൾ ലഭിച്ചവരോടും അവരുടെ അനുഗ്രഹത്തിൽ നിന്നും അവരോട് തന്നെ സഹായം തേടുകയും ചെയ്യുന്നത്. അതിനാണ് നൊവീന പ്രയർ എന്ന് കത്തോലിക്കർ പറയുന്നത്, അതല്ലെങ്കിൽ ഓർത്തഡോക്സുകാർ പറയുന്നത്. മുസ്ലിങ്ങൾ പറയുന്നത് മദത് സ്വീകരിക്കുക, സഹായം സ്വീകരിക്കുക, തവസ്സുൽ ചെയ്യുക, ഇസ്തിഗാസ ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ അതിനെക്കുറിച്ചാണ് മൗല കോഗ്നിഷൻ ഇന്ന് സംസാരിക്കുന്നത്. ചില വക്രബുദ്ധിക്കാരായിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ പറയുന്നുണ്ട് കത്തോലിക്കരാണ് ഇസ്ലാം മതം നിർമ്മിച്ചതെന്ന്. പക്ഷേ ആ ഒരു ഐഡിയോളജി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു തത്വശാസ്ത്രം, താത്വികമായ അവലോകനം, താത്വികമെന്ന് പറയാൻ പറ്റില്ല, ഈ പൊട്ടത്തരം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ യഹൂദരാണ് ഇസ്ലാം നിർമ്മിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം യഹൂദരാണ് ഇതിനൊക്കെ എതിർക്കുന്നത്. തവസ്സുൽ, ഇസ്തിഗാസ, മധ്യസ്ഥ പ്രാർത്ഥന, ഇതിനൊക്കെ എതിർക്കുന്നത് യഹൂദരാണ്. അപ്പോൾ യഹൂദരാണ് കത്തോലിക്ക, ഓർത്തഡോക്സ്, ക്രിസ്ത്യൻ സഭകൾ, പുരാതന ക്രിസ്ത്യൻ സഭകൾ നിർമ്മിച്ചതെന്ന് പറയേണ്ടി വരും. ക്രിസ്ത്യൻ സഭകളല്ല, ഈ മുസ്ലിം സഭകൾ ഇസ്ലാം നിർമ്മിച്ചത് യഹൂദരാന്ന് പറയേണ്ടി വരും. പക്ഷെ ആ യഹൂദർ തന്നെ നിർമ്മിച്ച സഭകളാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ, അതായത് ബാപ്റ്റിസ്റ്റ്, ഇവാഞ്ചലിക്കൽ, ഇവരൊക്കെ സിയണിസ്റ്റ് ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്നവരാണ്. അതായത് യഹൂദരോടുള്ള പ്രത്യേക മമതയും ഐക്യവും അഭിനിവേശവും ആസക്തിയുമൊക്കെ ഉള്ള ആളുകളാണ്. അതായത് യഹൂദ സഭകളോടും യഹൂദ പാരമ്പര്യങ്ങളോടും യഹൂദരുടെ പഴയ നിയമം ഇപ്പോഴും നിലവിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവർ പറയും പഴയ നിയമം നിലവിലില്ല എന്ന് പറയും. അതായത് നമ്മുടെ ചേലാകർമ്മം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പൗലോസിനെ സൈഡിൽ കൂടെ നിർത്തും. അതേസമയത്ത് ഈ സയണിസ്റ്റുകളുടെ ചൂടപ്പം വാങ്ങി കഴിക്കുമ്പോൾ, അതായത് ഡോളറും പൗണ്ടും യൂറോയും വാങ്ങി ഈ പോക്കറ്റ് നിറയ്ക്കുമ്പോൾ അവരെന്ത് ചെയ്യും, പഴയ നിയമത്തിലുള്ള വാഗ്ദത്തങ്ങളൊക്കെ എപ്പോഴും നിലവിലുണ്ടെന്ന് പറയുന്ന വിഭാഗം. അതായത് ഈ കപടവിശ്വാസികൾ, ഫാൾസ് ഡിസൈപ്പിൾസ്, വ്യാജന്മാർ, അതേപോലെ കപടന്മാർ, അവർ ചെയ്യുന്ന പരിപാടി ഇതാണ്. ശേലാകർമ്മവും അതേപോലെ പഴയ നിയമത്തിലുള്ള ദൈവകൽപ്പന വരുന്ന സമയത്ത് ജനങ്ങളോട് പറഞ്ഞ്, അത് പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, ഇനി ആ നിയമങ്ങളൊന്നും ബാധകമല്ല, നമ്മൾ ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിലാണ്, പഴയ നിയമമൊക്കെ ബാത്തിലായി, അതായതൊക്കെ അവസാനിച്ചെന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് യഹൂദരുടെ ഈ സിയണിസ്റ്റ് മൂവ്മെൻറ്റ്, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റന്റ് ചില സഭക്കാർ പറയുന്നത്, യഹൂദർക്ക് ദൈവം പണ്ട് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്, ഞങ്ങളൊക്കെ സയണിസ്റ്റ് ക്രിസ്ത്യാനികളാണ്, അതായത് സയണിസത്തിനെ ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നു, ഞങ്ങളതിൻ്റെ വക്താക്കളാണെന്ന് പറയുന്ന സഭക്കാർ. പക്ഷേ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 43-ാമത്തെ വചനത്തിൽ ക്രിസ്തു തന്നെ പറഞ്ഞത് നിങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നതാണ്. അതായത് മുൻപത്തെ വാഗ്ദാനങ്ങളൊക്കെ ദൈവം എടുത്തു കളഞ്ഞിരിക്കുന്നു, കാരണം മിശിഹായെ അവർ സ്വീകരിച്ചില്ല എന്ന്. കാരണം ക്രിസ്തു തന്നെ പറഞ്ഞാണ്. അതായത് മുസ്ലിങ്ങൾക്കെതിരെ അവർ ഉപയോഗിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 4-ാം വചനം, അതിൽ പറയുന്നുണ്ട്, ഞാനാണ് വഴിയും വെളിച്ചവും, എന്നിലൂടെ എല്ലാവരും പിതാവിലെത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കാത്തവരൊക്കെ കുറ്റക്കാരായി മരിക്കുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 8-ാം അധ്യായം എന്നുള്ള വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. 14-ാം അധ്യായം 6-ാം വചനമായിരിക്കാം ഞാനാണ് വഴിയും വെളിച്ചവും എന്ന് പറയുന്നത്. ഐ ആം ദ വേ, ദ ട്രൂത്ത്, ദ ലൈഫ്.
അപ്പം ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത യഹൂദരുടെ രാഷ്ട്രീയ നീക്കങ്ങളെ ഈ അതിനോട് അനുഭാവവും അതിൻ്റെ ഘടകകക്ഷികളായി മാറിക്കൊണ്ട് വരുന്നത് ചെയ്യുന്നു. അത് ഈ പഴയ നിയമത്തിൽ കൊടുത്ത വാഗ്ദാനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ക്രിസ്തുവാണ് പുതിയ ടെമ്പിൾ, അതായത് പുതിയ ക്ഷേത്രം, ദൈവത്തിൻ്റെ ആലയം ക്രിസ്തുവാണ്. പഴയ ആലയം ജെറൂസലമുള്ളതിന് പ്രസക്തിയില്ല, ക്രിസ്തുവാണ് പുതിയ ആലയം എന്ന് മറ്റൊരു സ്ഥലത്ത് അവർ പോയി വീമ്പിളക്കും. യഹൂദരെ കാണുമ്പോൾ പറയും, പഴയ ആലയത്തിന് ഇപ്പോഴും ഇതുണ്ട്, നിങ്ങളത് പഴയ ആലയം ദൈവാലയം തന്നെ പുതുക്കി പണിയണം, പഴയ നിയമങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കൊക്കെ എപ്പോഴും പ്രസക്തിയുണ്ട് എന്ന് അവരുടെ ചെല്ലുമ്പം പറയും. അത് കഴിഞ്ഞ് നേരെ ഈ മുസ്ലിങ്ങളെടുക്കൽ വന്ന് ഈ ചേലാകർമ്മം പഴയ നിയമത്തിലുള്ള കൽപ്പനകളൊക്കെ അനുസരിക്കണമെന്ന് ജീസസ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17, 18, 19 വചനങ്ങൾ പറയുന്ന ഭാഗം മുസ്ലിങ്ങളെ സൂചിപ്പിക്കുന്ന പറയത്ത് അവർ പൗലോസ്ലീഹായുടെ ഗലാത്യർ, കൊറിന്ത്യർ എന്നുള്ള പുസ്തകങ്ങളെടുത്ത് പറയും, പഴയ നിയമം ഇപ്പോൾ അവസാനിച്ചു, യേശുവിൻ്റെ കാരുണ്യത്തിലാണ് ഞങ്ങൾ, ഗ്രേസിലാണ് ഞങ്ങൾ, നിയമത്തിലല്ല, ഞങ്ങൾ നിയമം പിന്തുടരുന്നതല്ല, നിയമത്തിന് ഈ പ്രസക്തിയില്ല എന്ന് പറയും. അപ്പം ഇങ്ങനെ കുരങ്ങൻ മരഞ്ചാടുന്നത് പോലെ പൗലോസ് ശ്ലീഹായുടെ മരത്തിൽ നിന്ന് ചാടി സയനിസ്റ്റുകളുടെ മരത്തിലേക്ക് ചാടും. അവിടുന്ന് നേരെ പിന്നെ ക്രിസ്തുവിൻ്റെ മരത്തിലേക്ക് ചാടും. ക്രിസ്തുവിൻ്റെ മരത്തിൽ നിന്ന് വീണ്ടും സയനിസ്റ്റുകളുടെ മരത്തിലേക്കോ അല്ലെങ്കിൽ പൗലോസ്ലീഹയുടെ മരത്തിലോ ചാടിക്കളിക്കുന്ന ആ ഒരു മർക്കടന്മാരുടെ ക്യാരക്ടറുള്ള ഈ ചില പ്രൊട്ടസ്റ്റന്റ് സഭക്കാരുണ്ട്. അപ്പം അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ബൈബിളിൽ ധാരാളമുള്ളതാണ്. ഇതിൽ നമുക്കിപ്പം ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം, അതിൽ ഈ വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. ലാസർ എന്നു പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുടക്കൽക്കിരുന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തു ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ, ഇവിടെ 21-ാം വചനം മുതൽ നിങ്ങൾക്ക് വായിക്കാം, ദൂതന്മാർ അവനെ അബ്രാഹിമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിൻ്റെയും അവൻ്റെ മടിയിൽ ഇരിക്കുന്ന ലാസറിനെയും കണ്ടു. അപ്പം അബ്രഹാം പിതാവെ എന്നോട് കനിവുണ്ടാവണേ നാം പ്രാർത്ഥിക്കണം അവിടെ. അതായത് മധ്യസ്ഥ പ്രാർത്ഥന അല്ല, നേരിട്ട് അബ്രഹാമിനോട് ചോദിക്കണം. അപ്പോൾ നരകവും സ്വർഗവും തമ്മിൽ എത്ര ഉണ്ട്? ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ദൂരം തന്നെ സ്വർഗവും നരകവും തമ്മിലുണ്ട്. അപ്പം ആ നരകത്തിലിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കാണാം. അദ്ദേഹം അബ്രഹാമിനോട് പ്രാർത്ഥിക്കുകയാണ്, എന്നോട് കനിവുണ്ടാവണേ അബ്രഹാം പിതാവേന്ന്. അത് തന്നെയാണ് അപ്പോസ്തലന്മാരോടും യേശുവിൻ്റെ അപ്പോസ്തലന്മാരോടും കന്യാമറിയത്തിനോടും വിശുദ്ധ യോഹന്നാൻ, അതായത് സ്നാപക യോഹന്നാനോടും മുസ്ലിങ്ങളുടെ ഔലിയാക്കളോടും ഇസ്ലാമിൽ മുഹമ്മദ് നബിയുടെ നിയമത്തിലും വഴിയിലും വന്ന ഔലിയാക്കളോടും പ്രാർത്ഥിക്കുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ്. ഖുർആൻ 3-ാം അധ്യായം 26-ാം വചനത്തിൽ പറയുന്നുണ്ട്, കുലില്ലാഹു മമാലിക്കൽ മുൽക്ക് എന്നുള്ള ആയത്തുണ്ട്. അതായത് അള്ളാഹു അനുഗ്രഹിച്ചവർക്കൊക്കെ അള്ളാഹു അധികാരം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അത്തരം അധികാരം നൽകിയ ആളുകൾക്കുള്ള അധികാരം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ഭരണാധികാരമല്ല, അത് ആത്മീയ ലോകങ്ങളിലുള്ള മധ്യസ്ഥത്തിൻ്റെയും അനുഗ്രഹങ്ങൾ കൈമാറാനുള്ള അധികാരമാണ്. അപ്പം അബ്രഹാം പിതാവ് എന്നോട് കനിവുണ്ടാവണമെന്ന് അയാൾ പ്രാർത്ഥിക്കുകയാണ്. നരകത്തിൽ കിടന്നു. ലാസർ വിരളിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പേക്കേണ്ടതിന് അവനെ അയക്കണമേ, അതായത് ലാസറിനെ അയക്കണമെന്ന്. അതിപ്പോൾ കന്യാമറിയത്തിനോട് കന്യാമറിയമേ, വിശുദ്ധ മറിയമേ, പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ, ദൈവത്തിൻ്റെ മാലാകമാരെ എന്നിലേക്ക് അയച്ച് എന്നെ എന്ന് പ്രാർത്ഥിക്കുന്നത് സെയിം കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാത്ത ചില വക്രബുദ്ധിക്കാരായിട്ടുള്ള പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർ ഈ കത്തോലിക്കരും ഓർത്തഡോക്സുകാരും വിഗ്രഹാരാധന നടത്തുന്നു, അവർ മറിയത്തിനെ ആരാധിക്കുന്നു, അത് ബൈബിളിന് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് കോലാഹലങ്ങൾ വരുത്തിയിട്ടാണ് ഈ ബൈബിളിലൊന്നും വലിയ പാണ്ഡിത്യമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ക്രിസ്ത്യൻ, കത്തോലിക്ക, ഓർത്തഡോക്സ് വിശ്വാസികളെ കബളിപ്പിച്ച് വഞ്ചിച്ച് ചതിയിൽപ്പെടുത്തി ബ്രെയിൻ വാഷ് ചെയ്ത് കൺഫ്യൂസ് ചെയ്ത് അവരെ കൺഫ്യൂഷനാക്കിയിട്ട് ഈ കത്തോലിക്ക ഓർത്തഡോക്സ് സഭകൾ നടത്തിക്കൊണ്ടുവന്ന് പെന്തക്കോസ്റ്റ് സഭകൾ സ്ഥാപിച്ച് കൂണുപോലെ ധാരാളം സഭകൾ മുളയ്ക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അബ്രഹാം പറയുന്നത് ആർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്? ലാസറിന് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതായത് ദൈവം ഉദ്ദേശിച്ചവരെ ദൈവം കേൾപ്പിക്കും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പം അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. സ്വർഗത്തിലുള്ള അബ്രഹാം, നരകത്തിലുള്ള ഈ പണക്കാരനും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പം ഈ ഒരു സംഭാഷണം എന്ന് പറയുന്നത് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ളൊരു നല്ലൊരു ഉദാഹരണമാണ്. അതേപോലെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വചനത്തിൽ ക്രിസ്തു പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അതായത് ഈ അപ്പോസ്തലന്മാർ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, അവർ ഭൂമിയിൽ അയക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാം 20-ാം അധ്യായം. യേശു അവരെ മേലൂതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവെന്ന് പറഞ്ഞു. അപ്പം ഒരു വ്യക്തിയുടെ മേലൂതലോ ഭക്ഷണത്തിൽ ഊതലൊക്കെ, അത് ഭക്ഷണത്തിൽ തുപ്പലല്ല, അത് ഊതൽ എന്ന് പറയുന്നത് അതൊരു പ്രവാചകന്മാരുടെയും മിശിഹായുടെയും ചര്യയാണ്. പ്രാർത്ഥന ചൊല്ലി ഒരാളിൽ ഊതുക, ഒരാളുടെ തലയിലോ പുറത്തോ നെഞ്ഞിലോ ഊതുക, അല്ലെ ഭക്ഷണപാത്രത്തിൻ്റെ മുകളിലേക്ക് ഊതുക എന്നുള്ളത് പ്രാർത്ഥനയുടെ ഒരു കോൺസിക്രേഷൻ ചെയ്യലാണ്. ഭക്ഷണമോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള നെഗറ്റിവിറ്റി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അതിനൊക്കെ വിമർശിക്കുന്ന ഈ പരമതണ്ടികളായിട്ടുള്ള ആധുനിക മോഡേൺ മിഷനറിമാർ, പുത്തൻ സഭകളുടെ ശൈശവാവസ്ഥകളിലും ബാല്യത്തിലും കൗമാരത്തിലുള്ള സഭകളുടെ ഈ ശിശുക്കൾ അവർ വിചാരിക്കുന്നു അവർക്ക് വലിയ അറിവുണ്ട്, അവരെന്തോ വലിയ പരിശുദ്ധാത്മാവ് അയച്ചു വന്ന് ബൈബിൾ ഇപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ ആളുകളാണ്. ഇതുവരെയുള്ള 2000 വർഷത്തോളം കത്തോലിക്കർക്കോ പ്രൊട്ടസ്റ്റന്റ് ഓർത്തഡോക്സുകാർക്കൊന്നും ബൈബിൾ മനസ്സിലായിട്ടില്ല. അതേപോലെ മുസ്ലിങ്ങൾക്കൊന്നും ഇസ്ലാം തിരിഞ്ഞിട്ടില്ല, ഇസ്ലാമിക ഗ്രന്ഥങ്ങളോ അതിൻ്റെ നിയമങ്ങളോ വശങ്ങളോ തിരിഞ്ഞിട്ടില്ല എന്നുള്ള ധാരണയിൽ ഞങ്ങൾ ഈ ഇതുണ്ടല്ലോ വന്നാബെ പാസ്റ്റേഴ്സ്, സ്കൂബീഡു ഇമാംസ് ആൻഡ് ഷെയ്ഖ്സ്, സലഫിസ്റ്റുകൾ, പ്രൊട്ടസ്റ്റന്റുകാർ, പെന്തക്കോസ്റ്റുകാർ, ഇതൊക്കെ ഒരേ ജനുസുകളാണ്. അപ്പോൾ അവരാണെന്ന് വന്ന് പറയുന്നത്. അപ്പോൾ യേശു പറഞ്ഞ് ഇങ്ങനെ ആളുകളെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഈ ശിഷ്യന്മാരെ അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. യേശു മാത്രമല്ല, ആവർത്തന പുസ്തകത്തിൽ മോശെ ജോഷുവ പ്രവാചകന്റെ മേൽ കൈവെക്കുകയും പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വചനം യോഹന്നാൻ 17-ാം അധ്യായം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 21-ാം വചനം 22-ാം വചനം, പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവർ നമ്മിൽ ആകേണ്ടതിന് തന്നെ. അതായത് പിതാവും യേശുവും ശിഷ്യന്മാരും ഒന്നാണെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് യോഹന്നാൻ്റെ സെഷൻ 10-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ വശം, ശരിയായ വശം ഇതാണ്. അപ്പം യേശു പറഞ്ഞിട്ടുണ്ട്, 22-ാം വചനം കാണാൻ പറ്റും. 17-ാം അധ്യായം യോഹന്നാൻ 17-ാം അധ്യായം 22-ാം വചനം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം യേശുവിൻ്റെ മഹത്വം എന്താണ്? യേശു പിതാവിനെ പോലെ ദൈവമാണെന്നുള്ളതാണോ യേശുവിൻ്റെ മഹത്വം? അല്ല. യേശുവിൻ്റെ മഹത്വം യേശു പിതാവിൻ്റെ പുത്രനാണ്. പുത്രൻ എന്നുള്ള എന്തർത്ഥത്തിലാണ്? യേശു നൽകിയിട്ടുള്ള മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിതാവിൻ്റെ പുത്രനാണെന്നത് യേശു. ആ മഹത്വം എന്താണ്? യേശുവിനെ അപ്പോസ്തലനും പുരോഹിതനുമാക്കി ദൈവം. അതാണ് യേശുവിന് നൽകിയ മഹത്വം. ആ മഹത്വം യേശു ആർക്ക് കൊടുത്ത്? 12 അപ്പോസ്തലന്മാർക്കും കൊടുത്ത്. ഇസ്ലാമിൽ ചില ഹദീസുകളുണ്ട് യേശുവിനും മുഹമ്മദ് നബിക്കും ഇടയിൽ വേറെ പ്രവാചകം വന്നിട്ടില്ല. പക്ഷേ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ആ മഹത്വം കൊടുത്തിട്ടെങ്കിൽ അവരൊക്കെ പ്രവാചകന്മാരുടെ സ്ഥാനത്തുള്ളവരാണ്. അത് മുസ്ലിങ്ങളും മനസ്സിലാക്കുന്നില്ല. മുസ്ലിങ്ങൾക്ക് പറ്റിയ മഹാപട്ടത്തരാണത്. ധാരാളം ഹദീസുകൾ കൈകടത്തലുകൾ വന്ന് പല സത്യങ്ങളും എന്ത് ചെയ്ത് വളച്ചൊടിക്കപ്പെട്ടു. പ്രൊട്ടസ്റ്റന്റ് സഭകളിലും ഇസ്ലാമിൽ പല സത്യങ്ങളും വളച്ചൊടിക്കപ്പെട്ടു. അപ്പം യേശുവിനും മുഹമ്മദ് നബിക്കും ഇടയിലുള്ള പ്രവാചകന്മാരാണ്, അപ്പോസ്തലന്മാരാണ് ആര്? ആ യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശു ലോകത്തിലേക്ക് നിയമിച്ചയച്ചിട്ടുള്ളത്. അതിൽ പരിശുദ്ധാത്മാവുണ്ട്, അതുകൊണ്ടാണ് അവരെങ്ങനെയത്. അപ്പം യേശുവിൻ്റെ മഹത്വം എന്താണ്? യേശു ദൈവമായി എന്നുള്ളതല്ല യേശുവിൻ്റെ മഹത്വം. അതായത് പിതാവിനെ പോലെ ആരാധനയ്ക്ക് അർഹനായ ദൈവമായി എന്നുള്ളതല്ല. യേശുവിനെ ആരാധിച്ചു എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആരാധന അത് ബഹുമാനത്തിൻ്റെ ആരാധനയാണ്, അല്ലാതെ ദൈവാരാധനയുടെ ആരാധന അല്ല. അത് മനസ്സിലായില്ലേ? അത് മഹാപുരോഹിതനും രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ഇസ്രായേൽ സമൂഹത്തിൽ ഈവൺ ഇസ്ലാമിൽ വരെ കൊടുത്തിട്ടുള്ള വണക്കങ്ങളും
ബഹുമാനം കാണിച്ചുകൊണ്ടുള്ള വണക്കങ്ങളാണ് അവിടെ ആരാധന, വർഷിപ്പ് എന്ന് പറയുന്നത്. യഥാർത്ഥ വർഷിപ്പ് കൊടുത്തത് പിതാവിന് മാത്രമേ ഉള്ളൂ. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വചനങ്ങൾ പറഞ്ഞത്. യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവർ പിതാവിനെയാണ് ആരാധിക്കുന്നതെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായം യോഹന്നാൻ 23-24 വചനങ്ങളും കാണാൻ പറ്റും. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന നായിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് വെച്ചിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിനെ നമസ്കരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ദൈവം ആത്മാവാകുന്നു. ദൈവം പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് അല്ലട്ടോ ഇവിടുത്തെ. ചില പ്രൊട്ടസ്റ്റന്റുകാരനോട് തർക്കിക്കുന്നുണ്ട്. അതായത് അവർ പറയുന്നത് ത്രിയേകത്വത്തിന് പറയുന്ന ഒരു തെളിവതാണ് ദൈവം ആത്മാവാകുന്നത്. ദൈവം പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ത്രിയേകത്വത്തിൻ്റെ വിശ്വാസപ്രകാരം പിതാവ് പുത്രനല്ല, പുത്രൻ പരിശുദ്ധാത്മാവല്ല, പിതാവ് പരിശുദ്ധാത്മാവല്ല. അതാണ് ത്രിയേകത്വം. പക്ഷെ ഇവിടെ യേശു പറഞ്ഞിട്ടുള്ള ഈ ദൈവം ആത്മാവ് എന്ന് പറഞ്ഞത് പിതാവിനെ കുറിച്ചാണ്. കാരണം പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. പിതാവ് എന്താണ്? ആത്മാവാണ്. അതായത് ശരീരമില്ലാത്തവനാണ് ദൈവം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതതിൻ്റെ ഒരു വശം. ഇനി എബ്രായർ 3-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേ വിഷയം തന്നെ. 3-ാം അധ്യായം 1-ാം വചനം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരന്മാരെ, 1-ാം വചനം, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അപ്പം യേശു മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം എന്താണ്? അവരെ അപ്പോസ്തലനും മഹാപുരോഹിതനുമാക്കി. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വചനത്തിൽ 22-ാം വചനത്തിൽ പറഞ്ഞത്. ദൈവം യേശുവിന് കൊടുത്തിട്ടുള്ള മഹത്വം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അത് സങ്കീർത്തനങ്ങൾ 82-ാം അധ്യായം 6-ാം വചനം 7-ാം വചനം പറയുന്ന പോലെ എന്ത് ചെയ്തു? നിങ്ങൾ ദൈവങ്ങളാകുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ സന്താനങ്ങളാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള, ദൈവമക്കളാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അത് അപ്പോസ്തലനും മഹാപുരോഹിതനാകുമ്പോഴാണ് ഒരാൾ ദൈവമക്കളാണ്. അതായത് ദൈവത്തിൻ്റെ വചനം ലഭിക്കുമ്പോൾ. യേശു പറയുന്നുണ്ട്, എൻ്റെ വചനമല്ല പിതാവിൽ നിന്നും ഞാൻ കേട്ടതാണ്. അതായത് പിതാവിൻ്റെ വചനം യേശുവിലൂടെ വെളിപ്പെട്ടു. അപ്പം യേശുവും വചനവും രണ്ടാണ്, പിതാവും യേശുവും രണ്ടാണ്. അത് ആ ബൈബിളിലുള്ള ആയത്തുകളിൽ, അതായത് വാക്യങ്ങളിൽ വ്യക്തമാണത്. പിതാവിൻ്റെ വചനം യേശുവിൽ ഇറങ്ങിയത്. യേശു പൂർണ്ണ മനുഷ്യനും എന്താണ്? യേശു പൂർണ്ണ മനുഷ്യനാണ്. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ ദാസനാണെന്നാണ് ബൈബിൾ പറഞ്ഞത്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 4-ാം അധ്യായം 27 മുതൽ 30 വരെ വചനങ്ങൾ. അതേപോലെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 3-ാം അധ്യായം 13-ാം വചനം, 4-ാം അധ്യായം 27 മുതൽ 30 വരെ വചനങ്ങൾ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശുവോടല്ല പ്രാർത്ഥിച്ചത്, പിതാവിനോടാണ് പ്രാർത്ഥിച്ചത്. അതിൽ യേശുവിനെ വിളിച്ചത് ദൈവത്തിൻ്റെ നിന്റെ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ എന്നാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ ത്രിയേകനായ യേശുവിനെ, അല്ലെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ ഒന്നുമല്ല പറഞ്ഞത്. യേശുവിനെ ലോഡ് എന്ന് വിളിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം എന്നുള്ള അർത്ഥത്തിലല്ല ലോഡ് എന്ന് അവിടെ വിളിച്ചത്. അത് ഒരു മഹാപുരോഹിതനാണ്, അപ്പോസ്റ്റലാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതിപ്പം ഇംഗ്ലണ്ടിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ കോടതികളിലൊക്കെ നമുക്ക് കാണാം, ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയും. അത് ലോഡ് എന്ന് വിളിക്കുന്നത് ബഹുമാന സൂചകമായിട്ട് അതോറിറ്റി ഉള്ള ആളുകളെ, സാമൂഹികമോ രാഷ്ട്രീയമോ ഭരണ നേതൃത്വമുള്ള ആളുകളെ ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്നതാണ് ലോഡ്. അപ്പം അതും ഈ വിഷയങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ ഈ യഹോവയായിട്ടുള്ള, അതായത് സത്യദൈവം, ഏകദൈവം എന്ത് ചെയ്യില്ല, തൻ്റെ മഹത്വം മറ്റൊരാൾ കൊടുക്കില്ല എന്ന് വചനമുണ്ട്. അത് യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായം 8-ാം വചനം, 48-ാം അധ്യായം 11-ാം വചനം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി എബ്രായർ 3-ാം അധ്യായം 1-ാം വചനം നമ്മൾ പറഞ്ഞതുപോലെ അപ്പോസ്തലൻ മഹാപുരോഹിതനുമാണ് യേശു. അതാണ് അദ്ദേഹം ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനം. അത് അധ്യായം 5-ാം വചനം നിങ്ങൾക്ക് കാണാൻ പറ്റും. എബ്രായർ അധ്യായം 5, അതിൽ 5-ാം വചനം, അവണ്ണം ക്രിസ്തുവ് മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വത്തവേ എടുത്തിട്ടില്ല. അതായത് യേശു ക്രിസ്തു മഹാപുരോഹിതനാകാനുള്ള മഹത്വം, യോഗ്യത അദ്ദേഹം ഒറ്റക്കെടുത്തതല്ല, പക്ഷെ പിതാവ് കൊടുത്തതാണ്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് അവനോട് അരുളി ചെയ്തത്. അതായത് പിതാവ് യേശുവിനോട് പറഞ്ഞു, ദൈവം പറഞ്ഞു, ഗോഡ് സെഡ് ടുഡേ ഐ ആം യു ഹാവ് ബിക്കം മൈ സൺ. അതായത് ഇന്നു നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ടുഡേ ഐ ഹാവ് ബിഗോട്ടൻ യു, അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ജനിച്ച ചെറുപ്പത്തിലെ മഹാപുരോഹിതനായിട്ടില്ല. യേശു പീഡനങ്ങൾക്കും സഹനങ്ങൾക്കും ശേഷം ദൈവം തിരഞ്ഞെടുത്തുണ്ടാക്കി മഹാപുരോഹിതനാക്കി എന്നേക്കുമായി.
അപ്പം ഇന്ന് ഒരു കാലത്ത് സമയത്തുമാണ് യേശു എന്തായത് ദൈവത്തിൻ്റെ പുത്രനായത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് എബ്രായർ 5-ാം അധ്യായം 5-ാം വചനത്തിൽ വളരെ വ്യക്തമാണ്. ഈ വചനങ്ങളൊക്കെ ഇസ്ലാമിൽ യേശുവിനെ പരിചയപ്പെടുത്തുന്ന അതേ കോണ്ടക്സ്റ്റുകളാണ്. സെബാസ്റ്റ്യനോട് ഞാൻ സംവദിക്കാൻ തയ്യാറാണ്. ഇസ്ലാമിലെ യേശുവും ബൈബിളിലെ യേശുവും ഒന്നാണ് എന്നുള്ള വിഷയത്തിൽ സെബാസ്റ്റ്യനോട് സംവദിക്കാൻ മൗല കോഗ്നിഷൻ തയ്യാറാണ്. ഇനി ഏത് പണ്ഡിതന്മാരോട് സംവദിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതാ വിഷയം. ഇനി നമുക്കിതാ ഈ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ തന്നെ നമുക്ക് നോക്കാം. 3-ാം അധ്യായം 13-ാം വചനം നമുക്ക് നോക്കാം. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ദാസൻ്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്. യേശുവിനെ അവരെന്ത് ചെയ്തിട്ടില്ല. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശുവിനെ ദൈവമായി കണ്ടിട്ടില്ല. അതേമാതിരി ദൈവത്തിൻ്റെ ദാസനായ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ ദാസനായ യേശുവിനെയാണ് അവർ കാണുന്നത്. അത് തന്നെയാണ് പ്രവാചകനായിട്ടാണ് അവർ കാണുന്നത്. നബിയായിട്ടും ദൈവത്തിൻ്റെ ദാസനായിട്ട് യേശുവിനെ ഒന്നാം സഭ കണ്ടിട്ടുള്ളൂ. അതായത് അപ്പോസ്തലന്മാരുടെ സഭ കണ്ടിട്ടുള്ളൂ. 4-ാം അധ്യായം 20 മുതൽ 30 വരെ വചനങ്ങൾ അവരുടെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. നീ അഭിഷേകം ചെയ്ത യേശു. എന്താണ് യേശുവിന് കിട്ടിയ അഭിഷേകം? 5-ാം അധ്യായം എബ്രായറിൽ വായിക്കൂ. മഹാപുരോഹിതനാവാനുള്ള മഹത്വമാണ് യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തത്. മെൽക്കിസദക്കിൻ്റെ വഴിയിൽ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അതായത് അപ്പോസ്തലനെ മഹാപുരോഹിതനാക്കിയിരിക്കുന്നു. ആ മഹത്വമാണ് എന്ത് ചെയ്ത അഭിഷേകം, യേശുവിന് ലഭിച്ച അഭിഷേകം. അല്ലാതെ യേശുവിന് ലഭിച്ച അഭിഷേകം പിതാവിൻ്റെ തത്തുല്യനായിട്ടുള്ള, പിതാവിൽ നിന്നും വന്ന തത്തുല്യനായിട്ടുള്ള ത്രിയേകത്വത്തിലുള്ള ഒരു ത്രിമൂർത്തികൾ ഉള്ളൊരു മൂർത്തിയല്ല യേശു എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യാനികളിലുള്ള മഹാപുരോഹിതന്മാർക്ക് അതറിയാം. പക്ഷേ ക്രിസ്തുമതം ഇങ്ങനെ പോവുകയാണ്. എന്തെന്ന് ത്രിയേകത്വമുണ്ട്. പിതാവ് പൂർണ്ണദൈവനാണ്, ക്രിസ്തു പൂർണ്ണദൈവമാണ്, പരിശുദ്ധാത്മാ പൂർണ്ണദൈവമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനെ യെശയ്യാ 11-ാം അധ്യായം 2-ാം വചനം പറഞ്ഞത് ദൈവഭയത്തിൻ്റെയും ആത്മാവാണ്. ദൈവം സ്വയം പേടിക്കുകയാണ് അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊരു കോണ്ടക്സ്റ്റ് ഉണ്ട്. ഇതിന് ആധ്യാത്മികമായിട്ടുള്ള കറക്റ്റ് കോണ്ടക്സ്റ്റ് ഉണ്ട്. അപ്പം പ്രവൃത്തികൾ 4-ാം അധ്യായം 20 മുതൽ 30 വരെ വായിച്ചു നോക്കും. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഫെരോദാവും പോന്തിയോസ് പിലോത്തസും ജാതികളും ഇസ്രായേൽ ജനമായി നഗരത്തിൽ ഒത്തുകൂടി. സംഭവിക്കണമെന്ന് നിന്റെ കയ്യും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. എന്നിട്ട് അവർ പിന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴിതാ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ, പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താലാട്ടോ, അല്ലാണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ത്രിയേകനായ ഒരു ദൈവം എന്നല്ല പറഞ്ഞത്. നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിക്കാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ആമേൻ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ യേശു അവിടെ മധ്യസ്ഥനാണ്. അതപ്പോൾ തിമോത്തിയോസിൽ പറഞ്ഞതുപോലെ, 1 തിമോത്തിയോസ് 2-ാം അധ്യായം പറഞ്ഞതുപോലെ, യേശുവും മനുഷ്യർക്കും ദൈവത്തിനിടയിൽ ഒരു മധ്യവർത്തിയേ ഉള്ളൂ. അത് ക്രിസ്തുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്നത്. പക്ഷേ യേശു എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു സ്ഥാനം അപ്പോസ്തലന്മാർക്കും കൊടുത്തിട്ടുണ്ട്. അതായത് തനിക്ക് ലഭിച്ച മഹത്വം. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ നേരത്തെ വായിച്ചതുപോലെ 17-ാം അധ്യായം 22-ാം വചനത്തിൽ പറഞ്ഞതുപോലെ, നീ എനിക്ക് നൽകി തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആ മഹത്വം എന്താണ്? എബ്രായർ 5-ാം അധ്യായം 5-ാം വചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മഹാപുരോഹിതനാവാനുള്ള മഹത്വം അതാ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? കത്തോലിക്കർ ഈ വിശുദ്ധരോടുള്ള പ്രാർത്ഥന, മുസ്ലിങ്ങൾ വിശുദ്ധരോടുള്ള പ്രാർത്ഥന, വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, അല്ലെ സഹായാഭ്യർത്ഥനത്തിൻ്റെ പ്രാർത്ഥന, അതവർ ദൈവമായിട്ട് ആ വിശുദ്ധനെയോ ക്രിസ്തുവിനെയോ അവിടെ ആരാധിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അതുതന്നെ യോഹന്നാൻ്റെ ഇതേ സുവിശേഷം 17-ാം അധ്യായം 3-ാം വചനങ്ങൾ കാണാൻ പറ്റും. ഏകസത്യമായ നിന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ഈ തലത്തിൽ വെച്ചിരിക്കണം. അവരിൽ നിന്നും ലിവിങ് വാട്ടർ, അതായത് ജീവജലം, അതായത് ഈ ലോകത്തുള്ള ഈ ജീവൻ, ഇവിടെയുള്ള ജീവനല്ല ഉദ്ദേശിക്കുന്നത്. അത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ജലം, ധാര, അതൊഴുകുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിവിങ് വാട്ടർ വിൽ ഫ്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലിവിങ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഈ നിത്യജീവൻ്റെ
ഈ നിത്യജീവൻ്റെ ജലധാര, നിത്യജീവൻ നൽകുന്ന ജലധാര എന്ന് ഉദ്ദേശിക്കുന്നത് ആധ്യാത്മികമായിട്ടുള്ള അറിവ്, മഗ്രിഫത്തിൻ്റെ അറിവ്, ഹഖീഖത്തിൻ്റെ അറിവ് എന്ന് ഇസ്ലാം പറയും. തരീഖത്ത്, സൂഫിസത്തെ പറയുന്ന കാര്യങ്ങൾ, ആധ്യാത്മികതയുടെ അറിവുകൾ. മഗ്രിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ നോളജ്, ഹഖീഖ എന്ന് പറഞ്ഞാൽ ഡിവൈൻ ട്രൂത്ത്. അതിൻ്റെയൊക്കെ അറിവുകൾ അറിയുന്ന ഒരു വഴിയുണ്ട്, ആ വഴിയിലെത്തിപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രവൃത്തികൾ ഇവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? യേശു, നിൻ്റെ പരിശുദ്ധ ദാസൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പിതാവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ നിൻ്റെ ദാസനായ ദാവീദിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാവിനാൽ അരുളി ചെയ്തവനെ എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ സ്ഥലം കുലുങ്ങി പരിശുദ്ധാത്മാവ് നിറഞ്ഞരവായത്. അല്ലാതെ യേശു ദൈവമാണ്, അതായത് പിതാവിനെ പോലത്തെ പിതാവിൻ്റെ തത്തുല്യനായ ദൈവമാണെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ പരിശുദ്ധാത്മാവല്ല വരിക, അവിടെ അശുദ്ധാത്മാക്കളായിരിക്കും വരിക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് എന്ത് പരിശുദ്ധാത്മാവ് വരുന്നത്. യേശു ദാസനായിക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ദാസനാണ്, അപ്പോസ്തലൻ മഹാപുരോഹിതനാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈ പരിശുദ്ധാത്മാവ് വരിക. അതല്ലെങ്കിൽ വേറെ വല്ല ആത്മാവും വരും, പല അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കും. അത് റോമറിലും തെസലോനിയൻസ് 2 തെസലോനിക്കർ 2 അധ്യായം 8 വചനം 9 വചനമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ക്രിസ്തുവിൻ്റെ മഹത്വം ഇതാണ്. ക്രിസ്തു എന്തായി? മഹാപുരോഹിതനും അപ്പോസ്തലനുമായി. അതാണ് എബ്രായർ 5 അധ്യായം 10 വചനം തന്നെ നിങ്ങൾ നോക്കൂ. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ വെച്ചിരിക്കുന്നു. യേശു ദൈവമായിട്ടുള്ളതല്ല യേശുവിന് ലഭിച്ചത്. യേശു ദൈവമായി അല്ലെങ്കിൽ ദൈവം ആയിരുന്നു പണ്ടേ എന്നല്ല അവിടെ ലഭിച്ചിരിക്കുന്നത്. ത്രിയേകത്വത്തിൽ പിതാവിനോട് തുല്യസ്ഥാനമുള്ള ദൈവമായി എന്നുള്ളതല്ല, മഹാപുരോഹിതനായി എന്നുള്ള സ്ഥാനമാണ് യേശുവിന് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കും. എബ്രായർ സുവിശേഷം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. 6 അധ്യായം നിങ്ങൾ നോക്കൂ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6 അധ്യായം എബ്രായർ 6 അധ്യായം 20 വചനം നിങ്ങൾ നോക്കൂ. അവിടേക്ക് യേശു മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. യേശു ദൈവമായിട്ടല്ല ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കുന്നത്, മഹാപുരോഹിതനായിട്ടാണ്. എബ്രായർ 7 അധ്യായം 17 വചനം നമുക്ക് നോക്കാം. അതേ വിഷയം തന്നെയാണ്. മൽക്കിസദേക്കിന് സദൃശ്യനായി ഉദിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നു. അപ്പം മഹാപുരോഹിതനാണ് യേശു എന്നേക്കും, അല്ലാണ്ട് എന്നേക്കും ദൈവമല്ല, കർത്താവായ ദൈവമല്ല യേശു ക്രിസ്തു. പിതാവായ ദൈവത്തിൻ്റെ അതേ തത്തുല്യനായ ദൈവമല്ല. അതേസമയത്ത് മൽക്കിസദേക്കിന്റെ വഴിയിൽ എന്താണ് യേശു പ്രവാചകനും മഹാപുരോഹിതനും അപ്പോസ്തലനുമായി അധികാരമേറ്റു എന്നേക്കുമായി എന്നാ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം നോക്കുക. 14 അധ്യായം 10 വചനം. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലേ? അപ്പം യേശു പറഞ്ഞ പല കാര്യങ്ങളും, ഞാൻ നിങ്ങളുടെ പാവങ്ങൾ പുറത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, മരിച്ചവരെ ജീവിപ്പിച്ചത് ഒന്നും യേശുവിൻ്റെ സ്വന്തം വർക്കല്ല, പിതാവ് യേശുവിലൂടെ ചെയ്തതാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. യേശു എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ദാസനാണ്. ആ ദാസനിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചിരിക്കുന്നത്. അതാണ് ഈ സുവിശേഷങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ അല്ലാതെ ആളുകൾ മനസ്സിലാക്കണം നമുക്ക് യാതൊരു നിർബന്ധമില്ല. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 17 വചനവും നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഗുരു എന്നാണ് അർത്ഥം. യേശു ഗുരുവായിട്ടാണ് വന്നത്. അപ്പോൾ യേശു പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക. അതാണ് സംഭവിച്ചത്. അത് തന്നെയാണ് 14 അധ്യായം 28 വചനത്ത് പറഞ്ഞിരിക്കുന്നത്. 17 അധ്യായം 28 വചനം നിങ്ങൾ നോക്കൂ. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട്
പറഞ്ഞത് കേട്ടുവല്ലോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിൽ 12-ാം വചനം നമുക്ക് കാണാം. യേശു പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ആർക്കെങ്കിലും ദൈവത്തിനെ കാണാൻ വലിയ പണിയെടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ യേശു പറഞ്ഞ എന്താണ്? ഞാൻ ചെയ്യുന്ന പണി നിങ്ങളും ചെയ്യും, ഞാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ പണികൾ നിങ്ങളും ചെയ്യുന്നു. അപ്പം അതാണ് അതിൻ്റെ സത്യാവസ്ഥ, നിഗൂഢമായ സത്യാവസ്ഥ അതാണ്. പക്ഷേ ക്രിസ്ത്യൻ ലോകം ഒരു കൺഫ്യൂഷനിലാണ്, തെറ്റിദ്ധാരണകളിലാണ്. അതേപോലെ ഈ പല കാര്യങ്ങളും ഇൻ്റർപ്രറ്റ്, അതായത് വ്യാഖ്യാനിച്ചതിൽ വന്നിട്ടുള്ള ചില അപാകതകളുണ്ട്. അത് ഇസ്ലാമിലുണ്ട്. വ്യാഖ്യാനിച്ചതിൽ ധാരാളം അപാകതകളുണ്ട്. യേശു ആരാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ, മുഹമ്മദ് നബി ആരാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ. ബൈബിൾ വായിക്കുമ്പോൾ മുസ്ലിങ്ങൾ അറിയും മുഹമ്മദ് നബി പരിശുദ്ധാത്മാവാണെന്ന്. ഖുർആൻ വായിക്കുമ്പോൾ മുസ്ലിങ്ങൾ അറിയും ഗബ്രിയേൽ മാലാഖയാണ് പരിശുദ്ധാത്മാവെന്ന്. ഇതേപോലത്തെ പൊട്ടത്തരങ്ങൾ ആരും ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യൻ പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്ന ക്രിസ്ത്യാനിക്കും നിന്ന് മുസ്ലിങ്ങൾക്കും നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് സത്യത്തിലേക്ക് വരാൻ പറ്റും. സത്യം പൂർണ്ണമായി, നിങ്ങൾ സത്യത്തിലല്ല എന്ന് ഞാൻ പറയുന്നില്ല, സത്യപൂർണ്ണമായി സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും ഈ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയാൽ. ഇനി നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരാം. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നു. ഇതിൽ നമ്മൾ നോക്കുന്നത് 32-ാമത്തെ വചനം. ഞാൻ ഈ വീഡിയോ പരമാവധി ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ കെയർഫുള്ളായിട്ട് പ്രസംഗം മുഴുമിപ്പിക്കാതെ കറക്റ്റ് വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. 1-ാം അധ്യായം 32-ാം വചനത്തിൽ ദൈവം യേശുവിനെ കുറിച്ചുള്ള വിഷയം പറയുന്ന സമയത്ത് പറയും, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതൊരു സ്ഥാനപ്പേരാണ്, അല്ലാതെ ലിറ്ററലി യേശു എന്തല്ല, ദൈവപുത്രനല്ല. അതൊരു മഹത്വപ്പെടുത്തുന്നൊരു സ്ഥാനപ്പേര് ക്രിസ്തുവിന് ലഭിക്കുകയായിരുന്നു. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ഇത് തന്നെ വളരെ വ്യക്തമാണ്. കർത്താവായ ദൈവം ഒരു പ്രത്യേക സ്ഥാനപ്പേര് കൊണ്ട് ക്രിസ്തുവിനെ അലങ്കരിക്കും. എന്നിട്ട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കുക. അതായത് യേശു ദൈവത്തിൻ്റെ സിംഹാസനത്തിലല്ല ഇരിക്കുക, ദാവീദിൻ്റെ സിംഹാസനത്തിലാണ് ഇരിക്കുക. യേശു തിരിച്ചു വരുമ്പം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നത് പോലെ ഈ ലോകത്ത് ദാവീദ് ഭരിച്ചതുപോലെ 40 വർഷം ഭരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാവീദിൻ്റെ സിംഹാസനത്തിലാണ് ക്രിസ്തു ഇരിക്കുക, അല്ലാതെ പരിശുദ്ധ ദൈവമായ ഏകദൈവത്തിൻ്റെ സിംഹാസനത്തിലല്ല യേശു ഇരിക്കുക. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. പക്ഷേ ദൈവം എല്ലാ ജനങ്ങൾക്കും എല്ലാ ലോകങ്ങൾക്കും രാജാവാണ് ദൈവം. പക്ഷേ യേശു എന്തായിരിക്കും? യാക്കോബ് ഗൃഹത്തിന്, അതായത് ഇസ്രായേലിൻ്റെ ഗൃഹത്തിനായിരിക്കും യേശുവിൻ്റെ രാജത്വം എന്നേക്കുണ്ടാകും. കാരണം യേശുവിനെ ദൈവം അയച്ചത് ഇസ്രായേൽ ജനത്തിലേക്കാണ് ആദ്യമായിട്ട്. പക്ഷേ യേശു ലോകം മുഴുവൻ പോയി സന്ദേശം പ്രചരിപ്പിക്കാൻ പറഞ്ഞത് ജനങ്ങളുള്ള കാരുണ്യം കൊണ്ടാണ്. പക്ഷെ അതിനർത്ഥം യേശു ലോകത്തിന് മൊത്തം രാജാവാണെന്ന് അതിൽ അർത്ഥം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ വിഷയം തന്നെ പറഞ്ഞത് യാക്കോബിൻ്റെ ഗ്രഹത്തിനാണ് എന്നേക്കും രാജാവ്, അല്ലാതെ ഇസ്മായിലിൻ്റെ ഗ്രഹത്തിനോ വിജാതീയരുടെ ഗ്രഹത്തിനോ എന്നേക്കും രാജാവല്ല. പക്ഷേ ദാവീദ് ജനങ്ങൾക്ക് രാജാവായതുപോലെ എന്ത് സംഭവിക്കും? എല്ലാ രാജ്യക്കാർക്കും രാജാവായതുപോലെ യേശുവിന് വലിയൊരു രാജ്യം വരും ഈ ലോകത്ത്. മെശിഹ തിരിച്ചു വരുമ്പോൾ ദാവൂദിൻ്റെ സിംഹാസനത്തിൽ അദ്ദേഹം ലോകം ഭരിക്കും. അപ്പം എന്ത് ചെയ്യും? ക്രിസ്തു എല്ലാ ലോകരെയും ഭരിക്കുകയും എല്ലാവരുടെയും മേൽ നീതിമാനായ രാജാവായി ഈ ലോകത്ത് ഭരിക്കും, അതായത് ദാവൂദ് ഭരിച്ചതുപോലെ. അതുതന്നെയാണ് ഇസ്ലാമിലും പറഞ്ഞിരിക്കുന്ന കാര്യം. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്നും പറഞ്ഞു. രാജ്യം ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ്? അധികാരത്തിന്, യാക്കോബിൻ്റെ ഗ്രഹത്തിൻ്റെ മുകളിലുള്ള അധികാരത്തിന്. അപ്പം ഇതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള യേശു. ഇസ്ലാമിലെ ഈസയും ബൈബിളിലെ ക്രിസ്തു ഒരേ ആൾ തന്നെയാണ്. അത് വ്യത്യാസം തോന്നുന്നത് ക്രിസ്ത്യാനികൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ്. ഇനി പ്രവൃത്തികൾ 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിൽ 34-ാം വചനം നിങ്ങൾ വായിക്കണം. 34-ാം വചനം: ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിനെ കുറിച്ച് അവൻ
ദാവീദിൻ്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിനക്ക് നൽകുമെന്ന് കർത്താവായ പിതാവായ ഏകദൈവമായ സത്യദൈവമായ ദൈവം യേശുവിന് വാഗ്ദാനം നൽകിയത് മറക്കരുതേ എന്ന് ഇവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതായത് യേശുവിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ഇവർ. അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ നിങ്ങൾക്ക് കാണാം. ആക്ട്സ് 13-34 വചനം. ദൈവം അവനെ ഉയർത്തിയെന്നേൽപ്പിച്ചു. അതായത് ജീർണത സംഭവിക്കാതെ വരാൻ ദൈവം ക്രിസ്തുവിനെ ഉയർത്തിയേൽപ്പിക്കുകയും എന്നിട്ട് പറഞ്ഞു, ഐ വിൽ ഗീവ് ദ സാക്രഡ് ബ്ലെസ്സിങ് ഐ പ്രോമിസ് ടു ഡേവിഡ്. ദാവൂദിന് കൊടുത്തിട്ടുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ ഞാൻ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിന് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം അതേ വിഷയമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. ഇത് മറ്റുള്ള പുസ്തകങ്ങളിലുണ്ട്. സങ്കീർത്തനങ്ങൾ 132 10 നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇതേ വിഷയം തന്നെ ഇവിടെ പറയുന്നുണ്ട്. അപ്പം ആ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള യേശുവിനെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ അതിൻ്റെ വല്ല അടി ഉണ്ടാക്കുന്നില്ല. കാരണം ക്രിസ്ത്യാനികൾ വ്യത്യസ്ത രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. വ്യത്യസ്ത രൂപത്തിൽ അതിന് ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനങ്ങളും വിവരണങ്ങളും നൽകി വ്യത്യസ്ത രൂപത്തിൽ ക്രിസ്തുവിനെ കാണുന്നു. പക്ഷേ മൂലഗ്രന്ഥങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് അതേപോലെയാണ് മുസ്ലിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് എന്നുള്ളത് ഈ ഉദാഹരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം മൂന്നാം അധ്യായം നമ്മൾ നേരത്തെ വായിച്ചു. 13 വചനം. ദാസനായ യേശുവിനെ ദൈവം എങ്ങനെയാണ് മഹത്വപ്പെടുത്തിയത്? എന്നേക്കും അപ്പോസ്തലനും മഹാപുരോഹിതനുമാക്കി. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ദാവൂദിൻ്റെ സിംഹാസന ദൈവം ഈ ക്രിസ്തുവിന് കൊടുക്കും. ദാവൂദിന് കൊടുത്ത അതേ അധികാരം. അങ്ങനെ 40 വർഷം ഇവിടെ ഭരിക്കുമെന്നാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അതേ കാര്യം. 1 രാജാക്കന്മാർ 9 അധ്യായം 5 വചനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. You shall never fail to have a successor on the throne of Israel. അപ്പം ഈ വിഷയങ്ങൾ ഇവിടെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് ഈ ചർച്ച ചെയ്യാനുള്ള ഈ വിഷയങ്ങളിൽ ഇത് ഞാൻ സെബാസ്റ്റ്യനോ ഏതാളുമായിട്ട് സംവദിക്കാൻ തയ്യാറാണ്. ഇത്തരം വിഷയങ്ങൾ ഈ പെന്തക്കോസ്റ്റുകാരും പ്രൊട്ടസ്റ്റന്റുകാരും അതേപോലെ സലഫിസ്റ്റുകളും ഒക്കെ ഒരേ ട്രാക്കിൽ പോകുന്ന ഒരേ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റി അതേപോലെ അപ്രോച്ചിൽ പോകുന്ന ആളുകളാണ്. അപ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പല വിഷയങ്ങളും നമ്മൾ മൗല കോഗ്നിഷനിൽ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതവർ ഈ ഉറങ്ങിക്കിടക്കുന്നവൻ അടി കിട്ടിയതുപോലുള്ളൊരവസ്ഥയായിരിക്കും. നല്ല ഗാഠമായ നിദ്രയുള്ളവന് പെരടിക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടി എണീക്കും. അതേപോലൊരവസ്ഥയിലായിരിക്കും. പൊട്ടൻ ലോട്ടറി അടിച്ചെന്ന് പറയില്ലേ, അതേപോലെയാണ് ഈ സംഭവങ്ങളും. അപ്പോൾ നിങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കുക. വെറുതെ ക്രിസ്ത്യാനിയാണ്, കത്തോലിക്കരാണ്, പ്രൊട്ടസ്റ്റൻ്റാണ് പറഞ്ഞ് നടന്നിട്ട് കാര്യമല്ല. വളിയും വിട്ട് നടന്നിട്ട് കാര്യമല്ല. വെറുതെ മുസ്ലിമാണ്, സലഫിയാണ്, സുന്നിയാണ്, സൂഫിയാണെന്ന് പറഞ്ഞ് വളി വിട്ട് നടന്നിട്ട് കാര്യമല്ല. ഡോണ്ട് ഫാർട്ട് ആൻഡ് വാക്ക് അറൗണ്ട് ക്ലെയിമിങ് ദിസ് ആൻഡ് ദാറ്റ്. വി ആർ എ ജനറേഷൻ ഓഫ് വിക്കഡ് പീപ്പിൾ. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട സമൂഹമാണ്, വൃത്തികെട്ട ജനറേഷനാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഹോളിനെസ്, ഒരു വിശുദ്ധതയൊന്നും അവകാശപ്പെടാനല്ല. വി ഓൾ ഹാവ് ഗോൺ റോങ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക നിങ്ങൾ. അല്ലാതെ വെറുതെ അവിടെയും ഇവിടെയും കിടന്ന് വലിയ വീമ്പിളാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെന്നും പറഞ്ഞ് ബോൺ അഗെയിനാണ്, ഡെഡ് അഗെയിനാണെന്നൊന്നും പറഞ്ഞിട്ട് വെറുതെ വീമ്പിളാക്കി ജനങ്ങളെ ഭിന്നിപ്പിച്ച് ശത്രുതയും വിദ്വേഷവും അതേപോലെ എല്ലാതരം ഈ വിഷങ്ങളും ജനങ്ങളുടെ മനസ്സ് കുത്തിവെച്ചുകൊണ്ട് നിങ്ങൾ വെറുതെ മതം പ്രചരിപ്പിക്കാനോ ഏതെങ്കിലും സഭകളെ പ്രതിരോധിക്കാനൊന്നും പോയിട്ട് കാര്യമില്ല. എല്ലാ സഭകളും ഇളകും. അത് ഇസ്ലാം മതസഭകളായാലും ക്രിസ്തു മതസഭകളായാലും യഹൂദ സഭകളായാലും ദൈവം എല്ലാ സഭകളെയും ഇളക്കി വിടുന്ന് വേരോടുകൂടി പിഴുതെറിയും. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ഈഗോയിസത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ സത്യവും സ്നേഹവും സമാധാനവും നിറയ്ക്കാനല്ല നിങ്ങളിപ്പം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അസത്യവും അശാന്തിയും കുഴപ്പങ്ങളും സൃഷ്ടിക്കാനാണ് നിങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ കാര്യമൊക്കെ തീരുമാനം മക്കളെ. നിങ്ങളിനി ഏത് വലിയ
ബൈബിൾ വായിച്ചതുകൊണ്ടോ ഏത് വലിയ ഖുർആൻ വായിച്ചതുകൊണ്ടോ ഇനി ഇസ്ലാം മത മസ്ജിദുകൾ 40 ഉണ്ടാക്കിയതുകൊണ്ടോ ഒന്നും കാര്യമല്ല. ദൈവം നിങ്ങളെ ഈ ലോകത്ത് എന്തിനാണ് അയച്ചത്? ഇവിടെ ശാന്തിയും സ്നേഹവും സമാധാനവും ഐശ്വര്യവും ജനങ്ങളിൽ ദൈവത്തോട് സ്നേഹിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കാനാണ്. പക്ഷെ മനുഷ്യരെ തിരക്കലാക്കി കൊണ്ടിരിക്കുന്നതിൽ പരസ്പര ശത്രുതയിലും വിദ്വേഷത്തിലും അശാന്തിയിലും അതേപോലെ അക്രമങ്ങളിലും വ്യാപൃതരാകാൻ വേണ്ടി ജനങ്ങളെ ഇളക്കിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു തെമ്മാടി സമൂഹമാണ് നിങ്ങളുടെ മതനേതൃത്വങ്ങളും. മുസ്ലിങ്ങളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, യഹൂദരാകട്ടെ. നിങ്ങളെ ദൈവം ഈ ലോകത്തൊന്നും ചുഴറ്റിയടിച്ചെറിയും. നിങ്ങളുടെ എല്ലാ സഭകളും പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക സംഘടനകളും എല്ലാം തകർന്നടിഞ്ഞ് തൂഫാനാവും. ഇത് മൗലാ കോഗ്നിഷൻ്റെ 1000% ഗ്യാരണ്ടിയാണ്. ഇത് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പോലെയല്ല. ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ള മൗലാ കോഗ്നിഷൻ്റെ ഇൻസ്പയർഡ് നോളജാണ്. 1000 പ്രാവശ്യം ഗ്യാരണ്ടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ക്രിസ്തുവും മഹാത്മാക്കളും വിശുദ്ധരൊക്കെ നിങ്ങളെ എന്ത് ചെയ്യും? നിരാകരിക്കും. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടുന്ന് പിഴുതെറിയപ്പെടും. നിങ്ങൾ ഈ വഴിക്ക്, ക്രിസ്തുവിൻ്റെ സത്യമാർഗത്തിൻ്റെ വഴിക്ക്, ക്രിസ്തു പറഞ്ഞിട്ടുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് നിങ്ങൾ അപ്പോസ്തലന്മാർ കാണിച്ചു തന്നിട്ടുള്ള മാർഗത്തിനും എക്സാമ്പിൾസ് അവരുടെ സുന്നത്തിനും അതായത് ട്രഡീഷൻസിനനുസരിച്ച് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ തകർന്നടിയുന്ന കേവലം ധൂമങ്ങൾ മാത്രമായി നിങ്ങൾ ഇവിടുന്ന് അവശേഷിക്കില്ല. നിങ്ങൾ പറന്നു പോകും. കാറ്റടിച്ച് പറന്ന് നിങ്ങൾ സമുദ്രങ്ങളിലോ മലകളിലോ അതേപോലെ തന്നെ അഗ്നിയിലോ എരിഞ്ഞ നിങ്ങൾ അടങ്ങും. ഇതാണ് നിങ്ങൾക്ക് സംഭവിക്കുക. ഐ ഫീൽ പിറ്റി ഫോർ ഓൾ ഓഫ് യു. നിങ്ങളോടൊക്കെ എനിക്ക് തോന്നുന്നു പുച്ഛം തോന്നുന്നു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും. നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ കാണുന്നില്ല. നിങ്ങൾ പാവങ്ങളുടെ അടുക്കൽ, രോഗികളുടെ അടുക്കൽ എന്ത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. കാരണം ദൈവത്തെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ യാചകരുടെയും അഗതികളുടെയും അനാഥരുടെയും ഒക്കെ അടുക്കൽ നിങ്ങൾ ചാരിറ്റി പ്രവർത്തനം അത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവരെ സമീപിക്കുമ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവരോട് ബഹുമാനത്തോടെ പെരുമാറിയിരുന്നു. പക്ഷെ നിങ്ങൾ ചാരിറ്റിയുടെയും ആധ്യാത്മിക മതപ്രവർത്തനത്തിൻ്റെയും ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും ആതുര പ്രവർത്തനങ്ങളുടെയും പേരിൽ നിങ്ങൾ ഇവരെ ബലിയാടുകളെ പോലെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, ഏത് മതക്കാരായിക്കോട്ടെ. എന്നിട്ട് അവരെ ഉപയോഗിച്ച് നിങ്ങൾ അവരുടെ മാനം വിറ്റുകൊണ്ട് നിങ്ങൾ അവരെ പബ്ലിക്കായിട്ട് നിർത്തിക്കൊണ്ട് ഇവർക്ക് വിശക്കൊന്നും വല്ലതും കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാനത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിൽപ്പന ചരക്കായിക്കൊണ്ടാണ് നിങ്ങൾ ജനങ്ങളോട് ചാരിറ്റി പണം സംഘടിപ്പിക്കുന്നത്. തൻ്റെയൊക്കെ പോലത്തെ മുസ്ലിയാക്കന്മാരെ, പാതിരിമാരെ, പാസ്റ്റർമാരെ, നിങ്ങളൊക്കെ വീട്ടിലുള്ള നിങ്ങളുടെയൊക്കെ മക്കളും പിതാക്കന്മാരും പോലെ ആത്മാഭിമാനമുള്ളവരാണോ ഈ അനാഥകരും അഗതികളും യാചകരുമൊക്കെ? അവരോട് നിങ്ങൾക്ക് യേശു പറഞ്ഞതുപോലെ ദൈവം ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നില്ല, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല പറയുന്നത്. നിങ്ങൾ സന്ദർശിച്ചിരുന്നെങ്കിൽ യേശുവിനെ അവരുടെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെ അള്ളാഹുവിനെ ഹദീസിൽ പറഞ്ഞതുപോലെ അള്ളാഹു പറയുന്നു ഞാൻ വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നില്ല, ആദം സന്തതി എന്ന് പറയുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വരുന്ന വചനങ്ങളാണത്, ഹദീസിലുള്ള വചനങ്ങളും. അപ്പം ഈ പാവങ്ങളെ, അഗതികളെയുടെ അടുക്കൽ നിങ്ങൾ അള്ളാഹുവിനെയോ യേശുവിനെയോ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ അവരെ ബഹുമാനത്തോടുകൂടി അവരെ സ്വീകരിച്ചിരുത്തി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന തീന്മേശയിൽ അവരെത്തി നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. അല്ലാതെ വീടിൻ്റെ ഏതെങ്കിലും ഈ ചവിട്ടുപടികളിൽ ഒരു കുമ്പിളിൽ കഞ്ഞിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോറ്റുപാത്രത്തിൽ, അതായത് നിങ്ങളൊന്നും കഴിക്കാത്ത, നിങ്ങളൊക്കെ അല്ല നായ്ക്കോ പൂച്ചക്കോ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് ഈ അഴുക്ക് നിറഞ്ഞ് ശരിക്കും കഴുകുക പോലും ചെയ്യാത്ത പാത്രത്തിൽ പാകിയ, വീട്ടിൽ ആവശ്യമില്ലാതെ കളയുന്ന പാകിയ ഭക്ഷണം എടുത്ത് നിങ്ങൾ അനാഥകർക്കും അധികം കൊടുക്കില്ലടാ തെമ്മാടികളെ എന്ന് പറഞ്ഞുകൊണ്ട് മൗലാ കോഗ്നിഷൻ ഇതിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ വ്യാജ മതങ്ങൾക്കും വ്യാജ സംഘടനകൾക്കും വ്യാജ ആത്മീയ നേതാക്കൾക്കും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് മൗലാ കോഗ്നിഷൻ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൽ മുർസലീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.